ജനവികാരവും ഘടകകക്ഷികളുടെ ശക്തമായ നിലപാടും അനുകൂലമായതോടെയാണ് നിരവധി ട്വിസ്റ്റുകൾക്കൊടുവിൽ സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന വൻ ചടങ്ങിൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും. പുതിയ ഭരണമാറ്റത്തെ സ്വാഗതം ചെയ്ത പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം യൂസഫലി രംഗത്തെത്തിയതാണ് ഇപ്പോൾ ബിസിനസ് രാഷ്ട്രീയ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ചെറുപ്പമാണെന്നും അതീവ ഊർജ്ജസ്വലനാണെന്നും യൂസഫലി പ്രശംസിച്ചു. സതീശന്റെ യുവത്വവും ഊർജ്ജസ്വലതയും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ വേഗത കൈവരിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു. പുതിയ മുഖ്യമന്ത്രിക്ക് തന്റെ ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും നേരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യക്തിപരമായ ആശംസകൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യാവസായിക പുരോഗതിക്കായി പുതിയ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ തന്റെ ഭാഗത്തു നിന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും പിന്തുണയും പുതിയ സർക്കാരിനും എപ്പോഴും ഉണ്ടാകുമെന്ന് യൂസഫലി വ്യക്തമാക്കി. ഭരണമാറ്റങ്ങളെ വളരെ പോസിറ്റീവായി കാണുന്ന ജനാധിപത്യ ബോധമാണ് ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ വാക്കുകളിൽ പ്രകടമായത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിലെ ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് ഓർമ്മിച്ച അദ്ദേഹം ഭരണം വരികയും പോവുകയും ചെയ്യും, എന്നാൽ ഇവിടെ ഒരു സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് താൻ കരുതുന്നതെന്ന് വ്യക്തമാക്കി. വ്യക്തികളെക്കാൾ ഉപരി ഭരണ സംവിധാനത്തിന്റെ തുടർച്ചയ്ക്കാണ് പ്രാധാന്യമെന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണം വ്യവസായ രംഗത്ത് പുതിയ സർക്കാരിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷം ശക്തമാക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ സർക്കാരിന് ആഗോളതലത്തിൽ സ്വാധീനമുള്ള എം യൂസഫലിയെ പോലൊരു വ്യവസായ പ്രമുഖന്റെ ഈ പരസ്യ പിന്തുണ വലിയൊരു ഊർജ്ജമായി മാറുമെന്നതിൽ സംശയമില്ല. 10 ദിവസത്തോളം നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഏറെ വൈകിയ ഈ പ്രഖ്യാപനത്തിൽ നിർണായകരമായത് ജനവികാരവും ഘടകകക്ഷികളുടെ ശക്തമായ നിലപാടുകളുമാണ്. പല അണിയറ ട്വിസ്റ്റുകൾക്കും ഒടുവിൽ സതീശൻ യുഗം ആരംഭിക്കുമ്പോൾ വൻ ആഘോഷങ്ങളോടെയും ജനപങ്കാളിത്തത്തോടെയുമാണ് പുതിയ സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങുന്നത്. വരുന്ന തിങ്കളാഴ്ചയാണ് കേരളം കാത്തിരിക്കുന്ന വി ഡി സതീശൻ ക്യാബിനറ്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. തിരുവനന്തപുരത്തെ പ്രശസ്തമായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ചടങ്ങുകൾ അരങ്ങേറുന്നത്. ചരിത്രത്തിലുടനീളം വലിയ ജനക്കൂട്ടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ വേദിയിൽ 1 ലക്ഷത്തോളം പേരെ അണിനിരത്തിക്കൊണ്ടുള്ള സമാനതകളില്ലാത്ത സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇത്തവണ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിമാരോടൊപ്പം പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം ഒന്നിച്ച് തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി ചുമതലയേൽക്കും. ഭരണമാറ്റം ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചതിനാൽ കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും വൻ നേതാക്കളുടെ നിര തന്നെയാണ് അന്ന് സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുക. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നേരിട്ടെത്തും. ഇതിനു പുറമെ അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കാളികളാകും. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ തരംഗം സൃഷ്ടിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കും ചടങ്ങിലേക്ക് പ്രത്യേക ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. ഇത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈകാതെ തന്നെ പുതിയ സർക്കാരിന്റെ ഔദ്യോഗിക നിയമനിർമ്മാണ നടപടികളിലേക്ക് കടക്കും. വരാനിരിക്കുന്ന വ്യാഴാഴ്ചയാണ് പുതിയ സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അന്ന് നിയമസഭയിൽ വെച്ച് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകളും നടക്കും. അതിനുശേഷമായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് സഭാ നടപടികളിലേക്ക് സംസ്ഥാനം നീങ്ങുക. 10 ദിവസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് വി ഡി സതീശൻ അധികാരമേൽക്കുമ്പോൾ കേരളം വലിയൊരു വികസന കുതിപ്പിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും വ്യവസായ ലോകവും.